എസ്കേൽ പ്രവാചകൻ എഴുതിയ പുസ്തകം 37 അധ്യായം അതിൻ്റെ 3 വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെല്ലാം പ്രത്യാശ നഷ്ടപ്പെട്ട് ഉണങ്ങിയ അസ്ഥികളെപ്പോലെ ശൂന്യമായി പോകുന്ന ചില നിമിഷങ്ങൾ കടന്നു വരാം. എന്നാൽ എസ്കേൽ പ്രവാചകൻ കണ്ട ദർശനം നമ്മെ വലിയ പ്രത്യാശയിലേക്കാണ് നയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ കാറ്റും വീശിയപ്പോൾ ജീവനില്ലാതെ ഉണങ്ങി വരണ്ട അസ്ഥികൾ വലിയ സൈന്യമായി എഴുന്നേറ്റതുപോലെ ഈ പ്രഭാതത്തിൽ നാം കടന്നു പോകുന്ന വരണ്ട അവസ്ഥകളുടെ മേൽ ആത്മാവിൻ്റെ കാറ്റ് വീശുമ്പോൾ വലിയ എഴുന്നേൽപ്പുകൾ സംഭവിക്കുവാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ആമേൻ പറയാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വരേണ്ടതിന് മാനുഷ്യകരങ്ങളല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഞങ്ങളിൽ വെളിപ്പെടേണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി ഈ പ്രഭാതത്തിൽ വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബങ്ങളെ, ദേശത്തെ, സഭയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇവിടെയെല്ലാമുള്ള എല്ലാ വരണ്ട അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അങ്ങയുടെ വചനം ചലിക്കട്ടെ. ആദിയിൽ അങ്ങയുടെ വചനം ചലിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ മേലും ദൈവത്തിൻ്റെ വചനം ചലിക്കട്ടെ. പാഴും ശൂന്യമായിരുന്നതിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ പുതിയ സൃഷ്ടിപ്പുണ്ടായതുപോലെ അസ്ഥിയുടെ മേൽ ആത്മാവിൻ്റെ കാറ്റ് വീശിയപ്പോൾ സൈന്യമായി എഴുന്നേറ്റതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പുതിയ എഴുന്നേൽപ്പുകളെ നൽകുന്നതിനായി സ്തോത്രം. മുഴുവൻ മഹത്വം പിതാവ് അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.